നമസ്കാരം. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 2 വ്യാഴാഴ്ചയാണ്. കന്നി 16. ഇന്ന് മഹാത്മാഗാന്ധിയുടെ 156-ാം ജന്മവാർഷിക ദിനമാണ്. സത്യഗ്രഹം എന്ന സമരമാർഗത്തിലൂടെ സ്വാതന്ത്ര്യത്തിനായി പോരാടിയ ഗാന്ധിജിയുടെ സ്മരണയിൽ രാജ്യമെമ്പാടും ഇന്ന് വിവിധ പരിപാടികൾ നടക്കും. അഹിംസയിൽ ഊന്നിയ പ്രത്യയശാസ്ത്രത്തോടുള്ള ആദരവ് പ്രകടിപ്പിച്ച് ഗാന്ധി ജയന്തി അന്താരാഷ്ട്ര അഹിംസാ ദിനം കൂടിയായി ആചരിക്കുന്നുണ്ട്. നവരാത്രി ആഘോഷ ചടങ്ങുകളുടെ അവസാന ഘട്ടമായ വിജയദശമി കൂടിയാണ് ഇന്ന്. പൂജയെടുപ്പും വിദ്യാരംഭവും നടക്കും. വാദ്യ, നൃത്ത, സംഗീത കലകൾക്ക് തുടക്കം കുറിക്കുന്നതും വിജയദശമി ദിനത്തിലാണ്. 24 എല്ലാ പ്രേക്ഷകർക്കും വിജയദശമി ആശംസകൾ. മഹാത്മാഗാന്ധിക്ക് ആതിഥ്യമരുളിയ പുണ്യഭൂമി കൂടിയാണ് കൊല്ലം ജില്ലയിലെ ചവറ പന്മന ആശ്രമം. ചട്ടമ്പിസ്വാമിയുടെ സമാധി സ്ഥാനമായ ഇവിടെ 2 നാളാണ് മഹാത്മജി പ്രാർത്ഥനയും വിശ്രമവുമായി കഴിഞ്ഞത്. 91 വർഷം പഴക്കമുള്ള ആ വിശ്രമമുറി ഗാന്ധി സ്മാരകമായി സംരക്ഷിച്ചു പോരുന്നു. 1934 ജനുവരി 19 ഹരിജൻ ഫണ്ട് ശേഖരണത്തിനായി തിരുവിതാംകൂറിലെത്തിയതായിരുന്നു മഹാത്മജി. ഉത്സവ നിറവിൽ മഹാത്മാവിനെ പന്മന സ്വീകരിച്ചു. അദ്ദേഹം നടന്നെത്തിയ പാത മഹാത്മാഗാന്ധി റോഡായി. വിശ്രമിച്ച പന്മന ആശ്രമം ഗാന്ധി സ്മാരകവുമായി. ഹരിജനോദ്ധാരണത്തിന് വേണ്ടി മഹാത്മജി അതിൻ്റെ ഫണ്ട് ശേഖരണത്തിന് വേണ്ടി കേരളത്തിൽ വന്നപ്പോൾ 2 ദിവസം ഈ പന്മന ആശ്രമത്തിൽ വിശ്രമിച്ച് പ്രാർത്ഥന നടത്തിയിരുന്നു. മഹാത്മജിയുടെ മാനസപുത്രിയായിട്ട് സങ്കല്പിക്കുന്ന മീരാബനും മഹാത്മജിയുടെ കൂടെ അന്ന് ഇവിടെ സന്ദർശിച്ചിരുന്നു. അന്ന് മഹാത്മജിയുടെ സ്മരണയ്ക്ക് വേണ്ടി ഇവിടെ ഈ ആശ്രമത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് മീരാബനൊരു വേപ്പ് നട്ടിരുന്നു. കാലപ്പഴക്കം കൊണ്ട് ആ വേപ്പ് ഉണങ്ങിപ്പോയെങ്കിലും വീണ്ടും പുതിയ വേപ്പ് അവിടെ നട്ട് പിടിപ്പിച്ച് അതിനെ സംരക്ഷിച്ചു പോരുന്നുണ്ട്. ചട്ടമ്പിസ്വാമിയുടെ ശിഷ്യനായ കുമ്പളത്ത് ശങ്കുപിള്ളയുടെ നേതൃത്വത്തിലായിരുന്നു മഹാത്മാഗാന്ധിക്ക് പന്മന ആശ്രമത്തിൽ സ്വീകരണമൊരുക്കിയത്. ആ നിമിഷങ്ങളൊക്കെ ഇന്നും മായാതെ ഓർമ്മയിൽ സൂക്ഷിക്കുന്നവരുണ്ട്. അതേ ഒരു ദക്ഷിണ കൊടുത്ത് അന്ന് ഈ ചക്രമൊക്കെ ആണല്ലേ. അപ്പോഴും മഹാത്മാഗാന്ധി പറഞ്ഞു, എൻ്റെ ഫീസ് ഇതൊന്നും അല്ല, 5 രൂപയാണ്. എൻ്റെ ഓർമ്മ 5-3 രൂപയാണെന്ന് പറഞ്ഞ അന്നത്തെ കാലത്ത്. പക്ഷേ അതേ പറയാൻ കേട്ടവർക്ക് ഫസ്റ്റ് ഇമ്പ്രഷനായിട്ട് ഇങ്ങനെ ചോദിക്കുമെന്ന്. പക്ഷേ അദ്ദേഹം വന്നത് എന്തിനാണ്? ഹരിജന ഫണ്ടിൻ്റെ കളക്ഷന് വേണ്ടിയാണ് വന്നിരുന്നത്. ഓരോരുത്തർ സ്വർണ്ണവളയും മാലയൊക്കെ ഊരി കൊടുക്കുന്ന ആ സന്ദർഭത്തിൽ ഈ ദക്ഷിണയും കൂടെ അങ്ങോട്ട് പോകണം. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞു മനസ്സിലായി. ഗാന്ധിജിയുടെ അന്നത്തെ വിശ്രമമുറി ജീർണാവസ്ഥയിലെത്തിയതോടെ സംസ്ഥാന സർക്കാർ സാംസ്കാരിക വകുപ്പിന്റെ ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചു. ഗാന്ധിയൻ പുസ്തകങ്ങളും സ്വാതന്ത്ര്യ സമര ചരിത്രവുമൊക്കെ ചേർത്ത വിശാലമായ ലൈബ്രറി കൂടി ഒരുക്കാനാണ് ആലോചന. പന്മന ആശ്രമത്തിലെ മഹാത്മജിയുടെ സന്ദർശനം ചരിത്ര സ്മരണയാണ്. നവതി പിന്നിട്ട ആ ഓർമ്മകളെ ചരിത്ര സ്മാരകമാക്കി ഇന്നും ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു. ക്യാമറമാൻ അരുണ സാറിനൊപ്പം സുജിത് സുരേന്ദ്രൻ, 24 കൊല്ലം. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് രാജ്യവ്യാപകമായ ആഘോഷ പരിപാടികളും പ്രാർത്ഥനാ യോഗങ്ങളും നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ രാഷ്ട്രപിതാവ് അന്ത്യവിശ്രമം കൊള്ളുന്ന രാജ്ഘട്ടിലെത്തി പുഷ്പാർച്ചന നടത്തും. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ബൽറാം നെടുങ്ങാടിയാണ് ചേരുന്നത്. ബൽറാം, വെരി ഗുഡ് മോർണിംഗ്. ഗാന്ധിജിയുടെ 156-ാം ജന്മവാർഷികമാണ്. സമാധാനത്തിനേറെ പ്രാധാന്യമുള്ള ഈ സമയത്ത് ഇന്ന് ഡൽഹിയിൽ എന്തൊക്കെ തരത്തിലുള്ള ചടങ്ങുകളാണ്? രാജ്യവ്യാപകമായ പരിപാടികൾ എന്തൊക്കെയാണ്? വെരി ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. ഇന്ന് രാജ്യം മഹാത്മാഗാന്ധിയുടെ 156-ാമത് വാർഷിക ദിനം ആചരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ ആഘോഷ പരിപാടികൾ രാജ്യവ്യാപകമായി ഇന്ന് നടക്കുന്നുണ്ട്. പ്രധാന ഔപചാരിക പരിപാടി നടക്കുന്നത് രാജ്ഘട്ടിൽ തന്നെയാണ്. രാജ്ഘട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി അടക്കമുള്ള പ്രമുഖർ എത്തുകയും പുഷ്പാർച്ചന നടത്തുകയും ചെയ്യും. പ്രത്യേക പ്രാർത്ഥനാ യോഗവും ഇന്ന് രാജ്ഘട്ടിൽ നടക്കുന്നുണ്ട് മഹാത്മാഗാന്ധിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഇതോടൊപ്പം തന്നെ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട രാജ്യത്തെ വിവിധ ഇടങ്ങൾ, അദ്ദേഹം സന്ദർശിച്ച സ്ഥലങ്ങൾ, അദ്ദേഹത്തിൻ്റെ ആശ്രമങ്ങൾ, കൂടാതെ മറ്റ് ഗാന്ധിജിയുടെ പേരിലുള്ള മറ്റ് സ്ഥാപനങ്ങൾ എന്നിവയിലെല്ലാം തന്നെ പ്രത്യേക ആഘോഷ പരിപാടികൾ, അത് കൂടുതലും പ്രാർത്ഥനാ യോഗങ്ങളായി തന്നെയാണ് നടക്കുന്നത്. ഇതോടൊപ്പം സ്കൂൾ കുട്ടികൾക്കായുള്ള പ്രത്യേക മത്സരങ്ങൾ ഈ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി തന്നെ നടത്തുന്നുണ്ട്. വിവിധ സംസ്ഥാന സർക്കാരുകളുടെ ആഭിമുഖ്യത്തിൽ
നേതൃത്വത്തിലാണ് അത്തരം പരിപാടികൾ നടത്തുന്നത്. ഇതുകൂടാതെ സ്കൂളുകളടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ശുചീകരണ യജ്ഞങ്ങൾ ഗാന്ധിജി ജയന്തി ദിനത്തോടനുബന്ധിച്ച് നടക്കുന്നുണ്ട്. രാജ്യവ്യാപകമായി വലിയ ആഘോഷ പരിപാടികൾ ഇന്ന് ഈ ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് വിവിധ സംസ്ഥാന തലസ്ഥാനങ്ങളിൽ ഒപ്പം തന്നെ ജില്ലാ കേന്ദ്രങ്ങളിൽ വിവിധ ഇടങ്ങളിൽ ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടുള്ള വിവിധ സ്ഥാപനങ്ങളിലും നടക്കുന്നുണ്ട്. ക്രിസ്റ്റീന, ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അക്ഷര വെളിച്ചത്തിലേക്ക്. ഇന്ന് വിജയദശമി. ആദ്യാക്ഷരം എഴുതി അറിവിന്റെ ലോകത്തേക്ക് കുരുന്നുകൾ ചുവടുവയ്ക്കുന്ന വിദ്യാരംഭം ഇന്നാണ്. ആരാധനാലയങ്ങൾക്ക് പുറമെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാധ്യമ സ്ഥാപനങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലുമെല്ലാം വിദ്യാരംഭ ചടങ്ങുകൾ ഇന്ന് നടക്കുകയാണ്. കുരുന്നുകൾ അക്ഷരലോകത്തേക്ക് പിച്ചവയ്ക്കുന്ന ദിനമാണ് വിജയദശമി. ക്ഷേത്രങ്ങളിലും സ്ഥാപനങ്ങളിലും വീടുകളിലുമെല്ലാം വിദ്യാരംഭ ചടങ്ങുകൾ നടക്കും. വാദ്യ, നൃത്ത, സംഗീത കലകൾക്ക് തുടക്കം കുറിക്കുന്നതും വിജയദശമി ദിനത്തിലാണ്. ആരാധനാലയങ്ങൾ മാത്രമല്ല, വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളുമെല്ലാം ഇന്ന് വിദ്യാരംഭത്തിന്റെ ഭാഗമാകും. അറിവിന്റെ ആദ്യാക്ഷരം പകരാൻ എഴുത്തുകാരും സാംസ്കാരിക നായകരുമെല്ലാം ഇന്ന് വിദ്യാരംഭത്തിൽ പങ്കാളികളാകുന്നു. ദുർഗാഷ്ടമി നാളിൽ പൂജ വെച്ച് ആരാധിച്ച പുസ്തകങ്ങളും പണിയായുധങ്ങളും വിജയദശമി നാളിൽ പൂജയ്ക്ക് ശേഷം ഉപയോഗിച്ചു തുടങ്ങുന്നു. ദുർഗാദേവി മഹിഷാസുരനെ വധിച്ച് തിന്മയ്ക്കുമേൽ നന്മ വിജയം നേടിയതിന്റെ ആഘോഷമാണ് വിജയദശമി. വടക്കേ ഇന്ത്യയിൽ ഇത് രാവണ നിഗ്രഹവുമായി ബന്ധപ്പെട്ട ആഘോഷമാണ്. പ്രേക്ഷകർക്ക് 24ന്റെ വിജയദശമി ആശംസകൾ. റിസർച്ച് ഡെസ്ക് 24. നവരാത്രി ആഘോഷങ്ങളിൽ വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രങ്ങളിൽ. വിവിധ ആരാധനാലയങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. പനച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രത്തിൽ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. രാവിലെ 2 മണിക്ക് പൂജയെടുക്കൽ ചടങ്ങുകൾ നടന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ പ്രതിനിധികൾ ചേരുന്നു. ആദ്യം കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്ന് സ്മിത ഹരിദാസ് ആണ് ചേരുന്നത്. സ്മിത, വെരി ഗുഡ് മോർണിംഗ്. കൊല്ലൂർ എന്ന് പറയുമ്പോൾ മലയാളികൾ ഏറെയുള്ള, ഏകദേശം കേരളം പോലെ തോന്നുന്ന സ്ഥലമാണ്. മാത്രവുമല്ല, വിദ്യാരംഭ ദിനത്തിൽ കൊല്ലൂരിലേക്കാണല്ലോ എല്ലാവരും ഉറ്റുനോക്കുന്നത്. അവിടുത്തെ ചടങ്ങുകൾ എങ്ങനെയാണ്? ചടങ്ങുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞല്ലോ. യെസ്, ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. രാവിലെ അതിരാവിലെ, അതായത് 3 മണിക്ക് തന്നെ ഇത്തവണ വിദ്യാരംഭ ചടങ്ങുകളെല്ലാം തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്കറിയാമല്ലോ, കേരളത്തിൽ നിന്ന് വന്നവരൊക്കെ തന്നെ ഇന്നലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. ഇന്നലെ പുഷ്പരഥോത്സവം ഉച്ചയ്ക്കായിരുന്നു, പതിവിന് വ്യത്യസ്തമായി ഉച്ചയ്ക്കായിരുന്നു. അപ്പോൾ അതിന് കഴിഞ്ഞതിന് ശേഷം ഇവിടെ തന്നെ രാത്രി മുഴുവനും ഭക്തർ കാത്തിരുന്ന് രാത്രിയിലെ ശിവേലിയും കഴിഞ്ഞ് പോയി അതിരാവിലെ തന്നെ 2 മണിക്ക് തന്നെ എഴുന്നേറ്റ് 3 മണിയായപ്പോൾ മുതൽ ഇവിടെ എഴുത്തിനിരുത്തുന്ന ചടങ്ങുകൾ തുടങ്ങിയിരിക്കുന്നു. കാരണം ഇത്തവണ 20,000-ലേറെ പേര് രജിസ്റ്റർ ചെയ്ത് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറെ അപ്പോൾ പേരുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന, കുട്ടികളുടെ പേരുകൾ. അവർക്കൊപ്പം വരുന്ന മാതാപിതാക്കൾ, രക്ഷിതാക്കൾ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെ ഭക്തർ ഒരുപാട് ഇങ്ങോട്ടേക്ക് ഇന്ന് അതിരാവിലെ തന്നെ ഒഴുകിയെത്തുന്നുണ്ട്. ഈ അതിരാവിലെയുള്ള കാഴ്ച കാണുമ്പോൾ തന്നെ അറിയാം, ഒരു വശത്ത് ക്ഷേത്രത്തിനകത്ത് കയറി ദർശനം നടത്താനുള്ള ക്യൂ ഉണ്ട്. അതോടൊപ്പം തന്നെ നടക്കലെല്ലാം തന്നെ ഈ പൂജാ കർമ്മങ്ങൾ, അതായത് എഴുത്തിനിരുത്തൽ കഴിഞ്ഞിട്ട് നടക്കൽ വന്ന് തൊഴുത് നമസ്കരിക്കാൻ വേണ്ടിയിട്ട് ക്യൂവിൽ വലിയ നീണ്ട ക്യൂ ആണ്. കുറേ നേരമായി ഇവിടെ അത്രയും വലിയ ക്യൂ. നേരത്തെ ക്രിസ്റ്റീന പറഞ്ഞതുപോലെ തന്നെയാണ്, നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെ ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഇത് മറ്റൊരു സംസ്ഥാനമാണ് എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകാറില്ല. നമ്മുടെ 24ന്റെ പ്രേക്ഷകരൊക്കെ തന്നെ നമ്മളിങ്ങനെ വരുമ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നമ്മളോട് സ്നേഹാന്വേഷണങ്ങൾ പറയുന്നുണ്ട്. അവരെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. ഇന്നിപ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് വലിയ തിരക്ക് രാവിലെ തന്നെ അനുഭവപ്പെടുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമുക്കറിയാം കേരളത്തിലും ഇവിടെയും 2 ദിവസമായിട്ടായിരുന്നു ഈ തിഥികളുടെ വ്യത്യസ്തം. അത് ഇത്തവണയും തിഥികളിൽ വ്യത്യാസമുണ്ടായിരുന്നു.
തൃതീയ തിഥി 2 ദിവസം വന്നതുകൊണ്ട് 11ാം നാളിലാണ് ഇവിടെ വരുന്നത്. എങ്കിൽ പോലും വിജയദശമി ദിവസം ഇന്ന് ഒരു ദിവസം മാത്രമേ എഴുത്തിനിരുത്തുന്ന ചടങ്ങുള്ളൂ, വിദ്യാരംഭ ചടങ്ങുള്ളൂ. അത് വലിയ തിരക്ക് തന്നെ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ചെറുതായിട്ട് ഇവിടെ ഒരു മഴയുണ്ട്, പക്ഷെ മഴയൊന്നും നമുക്കറിയാം, ഇവിടെയുള്ള ഭക്തർക്ക് മഴയൊന്നും ഒരു വിഷയമല്ല. ചാറ്റൽ മഴയൊക്കെ വകവയ്ക്കാതെ തന്നെ കുട്ടികളുമായി അതിരാവിലെ എത്തുന്നു, കുട്ടികളെ എഴുത്തിനിരുത്തുന്നു. ചില കുട്ടികളൊക്കെ ചെറിയ രീതിയിലുള്ള കരച്ചിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഇന്നത്തെ ദിവസം നമുക്കറിയാം, ഈ ദിവസം തുടങ്ങുക അതിപ്പോൾ വിദ്യാരംഭം മാത്രമല്ല, അത് അല്ലാതെ തന്നെ ലളിത കലകൾ, പാട്ട്, സംഗീതം, നൃത്തം, അതുപോലെ ഏത് രീതിയിലുള്ള കലകളും ആയോധന കലകളൊക്കെ തന്നെ പഠിക്കാൻ തുടങ്ങാനൊക്കെ ഇന്നത്തെ ദിവസമാണ്. സരസ്വതി മണ്ഡപത്തിന് മുന്നിൽ ഇവിടെയുള്ള ഈ മൂകാംബിക ക്ഷേത്ര സന്നിധിയിൽ ഇടതുവശത്തായിട്ടുള്ള സരസ്വതി മണ്ഡപത്തിൻ്റെ അവിടെ വന്നിട്ട് തൊഴുതാണ് അവരെല്ലാവരും അരിയിൽ എഴുതാനിരിക്കുന്നത്. മോതിരവിരൽ കൊണ്ട് എഴുതിക്കുന്നു. മോതിരം ഉപയോഗിച്ച് നാവിൽ ഹരിശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു അത് എഴുതിച്ചു കഴിഞ്ഞ് ചില കുട്ടികൾ കാറിക്കരയുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. പക്ഷെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവരങ്ങനെ പോകുന്നുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഉത്സവമാണെങ്കിലും ഈ 10 ദിവസം നവരാത്രി ഉത്സവത്തിന് ഇന്നലെയാണ് സമാപനമായത്. ആ പുഷ്പരഥോത്സവം കാണാൻ ഇത്തവണ ഈ ഓരോ ദിവസവും വരുന്ന വാർത്തകൾ കൊണ്ട് തിക്കും തിരക്കും കുറയ്ക്കാനായിട്ട് ഇത്തവണ ഇവിടെ കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് വലിയ രീതിയിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഈ സ്വർണ്ണ നാണയങ്ങളൊക്കെ തന്നെ രഥോത്സവത്തിൻ്റെ അവിടെ നിന്ന് എറിഞ്ഞു കൊടുക്കുന്ന ആ ചടങ്ങ്, അതിന് പകരമായിട്ട് ഈ ഒരു ദക്ഷിണ പോലെ കയ്യിൽ കൊടുക്കുന്ന ഒരു ചടങ്ങാണ് ഉണ്ടായത്. അപ്പോൾ തിരക്ക് നിയന്ത്രിക്കാൻ കർശനമായ നടപടികൾ ഉണ്ടെങ്കിൽ പോലും ഭക്തരുടെ വലിയൊരു ഒഴുക്ക്, കേരളത്തിൻ്റെ പല ജില്ലകളിൽ നിന്നുമുള്ള ഭക്തരുടെ വലിയൊരു ഒഴുക്ക് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൂടാതെ തമിഴ്നാട്ടിൽ നിന്നുണ്ട്, ഈ സംസ്ഥാനത്ത് തന്നെയുള്ളവരുണ്ട്. ക്ഷേത്രം തന്ത്രി, പ്രധാന തന്ത്രി നിത്യാനന്ദ അടികയുടെ നേതൃത്വത്തിലാണ് ഇവിടെ എല്ലാവരും ഈ എഴുത്തിനിരുത്തുന്ന കർമ്മങ്ങൾ അരിയിൽ എഴുതിക്കുന്നു. അതിനുശേഷം ക്ഷേത്രത്തിനകത്ത് കടന്ന് കുട്ടിയെ തൊഴുവിക്കുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ തിരക്ക്, ഓരോ നേരം വെളുത്തു വന്നപ്പോഴേക്കും വലിയ തിരക്കിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഉന്മേഷ്, ക്രിസ്റ്റീന. സ്മിത ഹരിദാസാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ടോബി ജോൺസൺ കൂടി ചേരുന്നുണ്ട്. കോട്ടയം പനച്ചിക്കാട് ക്ഷേത്രത്തിൽ നിന്നാണ് ടോബി ചേരുന്നത്. ടോബി, അവിടെയും പുലർച്ചെ മുതൽ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ തുടങ്ങിയാലും വിവരങ്ങൾ എന്തൊക്കെയാണ് ടോബി? ഉന്മേഷ, ക്രിസ്റ്റിന, രാവിലെ 2 മണിക്കാണ് പൂജയെടുക്കൽ ചടങ്ങുകൾ നടന്നത്. അതിനുശേഷം 4 മണിയോടുകൂടി തന്നെ ഈ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചു. നിരവധി കുരുന്നുകളാണ് ആ സമയം മുതൽ ഇവിടെ എത്തി അവരുടെ ആദ്യാക്ഷരം കുറിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഓരോരുത്തരും കാഴ്ചയാണ് നമുക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ വർഷവും നിരവധി കുരുന്നുകൾ വരുന്നുണ്ട്. ഇത്തവണ 56 ഗുരുക്കന്മാരാണ് ഈ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരുങ്ങിയിരിക്കുന്നത്. സാധാരണ 30-40 പേരാണ്, പക്ഷേ ഇത്തവണ 56 പേരുണ്ട്. അപ്പോൾ അത്രയധികം തിരക്കുണ്ട് ഇവിടെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ നമുക്ക് കാണാം, ഒരു കൊച്ചുകുട്ടിയെ ആദ്യത്തെ അക്ഷരം കുറിക്കുന്ന ദൃശ്യങ്ങളാണ്. ഒരുപക്ഷെ ആ കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷത്തിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കരച്ചിലൊന്നുമില്ല. നിരവധി കുട്ടികളുണ്ട്, അവരൊക്കെ കരയുന്നുണ്ട്. നമുക്ക് ഇവിടുത്തെ ഗുരുക്കന്മാരോട് തന്നെ ചോദിക്കാം, ഇത്തവണ എങ്ങനെയുണ്ട്? നല്ല തിരക്കാണ്. രാവിലെ ഇവിടെ 4 മണി ഞങ്ങൾ തുടങ്ങിയതാണ്. നല്ല തിരക്കാണ് രാവിലെ. സാധാരണ കഴിഞ്ഞ വർഷത്തിൽ തിരക്ക് കൂടുതൽ ഇപ്രാവശ്യം. ഇത്തവണ 56 ഗുരുക്കന്മാർ ഉണ്ട്. ഞങ്ങൾ 40-45 പേര് ഇപ്പോഴുണ്ട്. അതെ, ആചാര്യന്മാരായിട്ടുണ്ട്. എല്ലാ വർഷവും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ആളുകൾ വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം നവരാത്രി ഉണ്ടോ? നല്ല തിരക്കായിരുന്നു. എന്തായാലും ഗുരുക്കന്മാർ പറഞ്ഞ അതാണ്, ഇത്തവണ കൂടുതൽ തിരക്കുണ്ട്. അതുപോലെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം, കുരുന്നുകളുമായിട്ടെത്തി അവർ ആദ്യാക്ഷരം കുറിക്കുന്ന കാഴ്ചയാണ്. സരസ്വതി മണ്ഡപത്തിന് തൊട്ട് സമീപത്തായിട്ടാണ് ഈ ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ഈ ആദ്യാക്ഷരം കുറിക്കുന്നവർക്ക് മാത്രമല്ല, താഴെ നമുക്ക് നോക്കാം, താഴെ മണൽ വിരിച്ച് അവിടെ ആദ്യാക്ഷരം എഴുതുന്നവരുമുണ്ട്. എന്തായാലും ഇപ്പോൾ നമുക്ക് കാണാം, ഒരു കൊച്ചുകുട്ടി അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യാക്ഷരം കുറിക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ ഇതുപോലെയുള്ള കാഴ്ചകൾ കരയുകയാണെങ്കിലും മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം അതൊരു സന്തോഷത്തിൽ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. അതിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. അതിൻ്റെ സന്തോഷമുണ്ട്. ഇതുപോലെയുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. കഴിഞ്ഞ തവണയും സമാനമായ രീതിയിൽ നിരവധി ആളുകൾ വന്നിരുന്നു. ഇത്തവണ കൂടുതൽ ആളുകൾ വരുമെന്ന പ്രതീക്ഷയിൽ തന്നെ വലിയ ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. മൂകാംബികയിലേക്ക് പോകാൻ സാധിക്കാത്തവർ സാധാരണ ഈ ദക്ഷിണ മൂകാംബിക എന്ന് പറയുന്ന പനച്ചിക്കാട്ടേക്കാണ് എത്താറുള്ളത്. പ്രത്യേകിച്ചും വടക്കൻ തെക്കൻ കേരളത്തിലുള്ള ആളുകളെല്ലാം കൂടുതലായി വരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഇവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൃഷ്ണ, ഉന്മേഷ്. വിദ്യാരംഭ ചടങ്ങുകൾ തുടരുകയാണ്. MG പ്രതീഷിലേക്ക് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നിന്നാണ് MG പ്രതീഷ് ചേരുന്നത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്?
ഉന്മേഷ്, കേരളത്തിലെ നവരാത്രി ആഘോഷങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ഇടം കൂടിയാണ് പൂജപ്പുര സരസ്വതി ക്ഷേത്രം. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന വിദ്യാരംഭ ചടങ്ങുകളും സരസ്വതി ക്ഷേത്രത്തിലേത് ഏറെ പ്രസിദ്ധമാണ്. രാവിലെ 5 മണി മുതൽ തന്നെ വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. സരസ്വതി ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള ഈ സരസ്വതി മണ്ഡപത്തിലാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നത്. 5 മണി മുതൽ തന്നെ വലിയ തിരക്കാണ് ഈ സരസ്വതി ക്ഷേത്രത്തിലും സരസ്വതി മണ്ഡപത്തിലും അനുഭവപ്പെടുന്നത്. നേരത്തെ ബുക്ക് ചെയ്തവരും ഈ സ്പോട്ടിൽ എത്തി ബുക്ക് ചെയ്ത ആദ്യാക്ഷരം കുറിക്കുന്നവരും ഉണ്ട്. നിരവധി കുരുന്നുകളുമായി ആളുകൾ എത്തുന്നുണ്ട്. അതിൻ്റെ ഒരു തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഈ ഏകദേശം 50ഓളം ഗുരുക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഈ വിദ്യാരംഭ ചടങ്ങുകൾ ഈ പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിൽ നടക്കുന്നത്. വളരെ ഉത്സാഹത്തോടു കൂടി തന്നെ വലിയ കരച്ചിലുകൾ, മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് വലിയ കരച്ചിലുകളൊന്നും തന്നെ കേൾക്കാനില്ല. വളരെ സന്തോഷത്തോടു കൂടി തന്നെ ഈ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുകയാണ്. അവരെ സംബന്ധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്, ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ആ ദിവസത്തിലേക്ക് അവർ ചുവട് വയ്ക്കുകയാണ്, അല്ലെങ്കിൽ ആദ്യാക്ഷരം കുറിക്കുകയാണ്. അതിൻ്റെ ഒരു സന്തോഷമൊക്കെ തന്നെ അവർക്കും ഒപ്പം തന്നെ അവരുടെ കുടുംബ അംഗങ്ങൾക്കുമുണ്ട്. അച്ഛനും അമ്മയ്ക്കും ഒപ്പമാണ് ഈ ആദ്യാക്ഷരം കുറിക്കാൻ ഇവർ എത്തിയിട്ടുള്ളത്. മറ്റ് ബന്ധുക്കളെല്ലാം തന്നെ ഉണ്ട്. ഈ വലിയ സന്തോഷത്തിലാണ് കുരുന്നുകളൊക്കെ തന്നെ. പ്രമുഖ വ്യക്തികളൊക്കെ തന്നെയാണ് ആദ്യാക്ഷരം കുറിക്കാൻ ഇവിടെ എത്തുന്നത്. ഈ ബിജു പ്രഭാകർ IAS ഇപ്പോൾ ഉണ്ട്. ഈ വലിയ കരച്ചിലൊക്കെ ഉണ്ടോ കുട്ടികൾ? ഇല്ലേ, ആദ്യമായിട്ട് വരുന്നതല്ലേ, ഇത്രയും ആൾക്കാരും ഈ പ്രയാസങ്ങളും ഒക്കെ കാണുമ്പോഴത്തേക്ക് അവർ തീർച്ചയായിട്ടും അവർ കരയുമെങ്കിലും പിന്നെ എല്ലാവരും നന്നായിട്ടൊക്കെ എഴുതുന്നുണ്ട്. ചിലർ കരയുന്നില്ല. എന്നാലും വലിയൊരു പുണ്യപ്രവൃത്തിയല്ലേ ഇത്രയും കുട്ടികൾക്ക്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മളെല്ലാവരും ആകേണ്ടത് വിവേകപൂർവ്വമായിട്ടുള്ളൊരു ജീവിതം, അതിനകത്ത് വിവരവും വിദ്യാഭ്യാസമുള്ളൊരു ജീവിതം. അതിനുവേണ്ടി ഈ കുഞ്ഞുങ്ങളെ അതിലേക്ക് നയിക്കാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ്. മുൻ മന്ത്രി VS ശിവകുമാർ കൂടെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ആദ്യാക്ഷരം കുറിക്കുകയാണ്. ഈ കുട്ടി വലിയ കരച്ചിലാണ്. ഹരിശ്രീ ഗണപതായേ എങ്ങനെയാ ഈ കുട്ടികളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്? തീർച്ചയായിട്ടും ഈ വിദ്യാരംഭം കുറിക്കുന്ന ദിവസം ഏറ്റവും പരിപാവനമായ ഒരു ദിവസമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ നമ്മുടെ പൂജപ്പുര സരസ്വതി മണ്ഡപത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. 100 കണക്കിന് കുട്ടികളാണ് രാവിലെ മുതൽ ഇവിടെ വിദ്യാരംഭം കുറിക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ളത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കുട്ടികൾക്ക് അവരുടെ വിദ്യാരംഭം കുറിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ വലിയ സമ്പത്തായി നല്ല വിദ്യാഭ്യാസം നേടി വലിയ വ്യക്തിത്വങ്ങളായി വളർന്നു വരിക എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. തീർച്ചയായിട്ടും സംസ്കാര സമ്പന്നമായ തലമുറയും വിദ്യാസമ്പന്നമായ ഒരു തലമുറയുമാണ് തീർച്ചയായിട്ടും ഒരു സമൂഹത്തിൻ്റെ സമ്പത്ത്, സ്വത്ത്. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെയുള്ള ഒരു സമൂഹത്തെ വളർത്തിയെടുക്കുക, അതിന് ആരംഭം കുറിക്കുന്ന വിദ്യാരംഭം ഈ സരസ്വതി മണ്ഡപത്തിൽ നടക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എല്ലാ സന്തോഷവുമുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളെ നല്ല പൗരന്മാരായി വളർത്തിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. അതാണ് ഈ സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ള ഗുരുക്കന്മാരുടെ നേതൃത്വത്തിലാണ് ഈ വിദ്യാരംഭ ചടങ്ങുകൾ ഇപ്പോൾ പൂജപ്പുര സരസ്വതി ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഇതിനോടകം തന്നെ 100 കണക്കിന് കുട്ടികളാണ് ഈ സരസ്വതി മണ്ഡപത്തിലെത്തി ആദ്യാക്ഷരം കുറിച്ച് മടങ്ങിയത്. ഈ ഏകദേശം ഒരു 9-10 മണി വരെ വിദ്യാരംഭ ചടങ്ങുകൾ സരസ്വതി മണ്ഡപത്തിൽ നടക്കും. 500ഓളം ആളുകൾ ഇതിനോടകം തന്നെ ഈ ബുക്ക് ചെയ്തിട്ടുമുണ്ട്. MG പ്രതീഷാണ് പൂജപ്പുര സരസ്വതി മണ്ഡപത്തിൽ നിന്ന് ചേർന്നത്. ഇനി തിരൂർ തുഞ്ചൻ പറമ്പിൽ നിന്ന് സമീർ ബിൻ കരീമുണ്ട്. സമീർ, വെരി ഗുഡ് മോർണിംഗ്. മലയാള ഭാഷയുടെ പിതാവ് തുഞ്ചത്തെഴുത്തച്ഛന്റെ ആ ഒരു ഭൂമിയിൽ നിൽക്കുമ്പോൾ അവിടുത്തെ ചടങ്ങുകൾ എങ്ങനെയാണ്? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ഉന്മേഷ്. പുലർച്ചെ 5 മണിക്ക് തന്നെ തിരൂർ തുഞ്ചൻ പറമ്പിൽ ചടങ്ങുകളൊക്കെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. വലിയ ഒരു തിരക്കാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. കുരുന്നുകൾ അവരുടെ ജീവിതത്തിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു സമയത്ത് ഇവിടെ വരുന്ന വിദ്യാരംഭം കുറിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ പ്രധാനമായും 2 മണ്ഡപങ്ങളിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. ഒന്ന് സരസ്വതി മണ്ഡപത്തിലും ഒന്ന് കൃഷ്ണശില മണ്ഡപത്തിലുമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സരസ്വതി മണ്ഡലത്തിലാണ്. ഇവിടെ നിരവധിയായിട്ടുള്ള സാഹിത്യകാരന്മാരും പ്രഗത്ഭരും ഒക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവരൊക്കെ
തന്നെ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആലങ്കോട് ലീലാകൃഷ്ണൻ നമ്മോടൊപ്പം ചേരുകയാണ്. സർ, എങ്ങനെയാണ് ഈ ഒരു ചടങ്ങ് പുരോഗമിക്കുന്നത്? ഇപ്പോൾ എല്ലാ കൊല്ലവും എന്നതുപോലെ ധാരാളം കുട്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. തുഞ്ചൻപറമ്പിൽ എല്ലാ കൊല്ലവും ആയിരക്കണക്കിന് കുട്ടികൾ വരും. 4000-ഓ 5000-ഓ കുട്ടികൾ വരാറുണ്ട്. അവരുടെ കൂടെ 5-10 ആളുകൾ വെച്ച് 100,000-ഓളം ആളുകൾ മിനിമം വരും. ഇത് ലോകത്തിലെ തന്നെ ഒരു അത്ഭുതകരമായ അക്ഷര കേന്ദ്രമാണ്. അറിവിനെ ഇത്ര വലിയ ആഘോഷമാക്കി മാറ്റിയ ഒരു സമൂഹം മലയാളികളെ പോലെ വേറെയില്ല. അറിവാണ്, വിദ്യയാണ് സ്വാതന്ത്ര്യത്തിലേക്കുള്ള വഴി എന്നാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ 4 നൂറ്റാണ്ട് മുമ്പ് പഠിപ്പിച്ചത്. അക്കാലത്ത് അറിവ് എല്ലാവർക്കും കിട്ടിയിരുന്നില്ല. അറിവ് സ്വതന്ത്രമായിരുന്നില്ല. അറിവിൽ ജനാധിപത്യം ഉണ്ടായിരുന്നില്ല. ഒരു പിടി ആളുകൾക്ക് മാത്രം അറിവ് കിട്ടാൻ അവസരമുണ്ടായിരുന്ന കാലത്ത് എല്ലാവർക്കുമായി അറിവിൻ്റെ വാതായനങ്ങൾ തുറന്നിട്ടതാണ് തുഞ്ചൻ പറമ്പിൻ്റെ ചരിത്രം. അപ്പോൾ 4 നൂറ്റാണ്ട് മുമ്പ് എഴുത്തച്ഛൻ തുടങ്ങി വെച്ച അറിവിൻ്റെ വിദ്യയുടെ ജനാധിപത്യവൽക്കരണം ഇപ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ നമ്മൾ അനുഭവിക്കുന്നു. ജാതി, മത, വർണ്ണ, വർഗ, ലിംഗഭേദം ഏതുമില്ലാതെ അക്ഷരം തേടി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളാണ് ഇവിടെ വരുന്നത്. നിങ്ങൾ ചുറ്റും നോക്കിയാൽ കാണാം. ഇങ്ങനെ ആദ്യാക്ഷരത്തിലേക്ക് തീർത്ഥയാത്ര നടത്തുന്ന ആളുകളുടെ ഒരു മഹോത്സവം ലോകത്തെവിടെയും കാണാൻ സാധിക്കില്ല. ഇത് വിദ്യയുടെ ഉത്സവമാണ്. അറിവില്ലായ്മയാണ് വിഭാഗീയതകളും ക്രൗര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത്. ആ അറിവില്ലായ്മ നീക്കാനുള്ള മനുഷ്യ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ വിദ്യയുടെ വിപ്ലവമായിട്ട് ഈ തുഞ്ചൻ ഉത്സവത്തെ, വിദ്യാരംഭ ഉത്സവത്തെ കാണാം. വിദ്യാരംഭത്തിൻ്റെ പ്രാധാന്യമാണ് ഈ ആലങ്കോട് നമ്മോടുമായി സംസാരിച്ചിരിക്കുന്നത്. ഇവിടെ 40ഓളം വരുന്ന സാഹിത്യകാരന്മാരും പ്രഗത്ഭരും അടക്കമുള്ള ആളുകളാണ് ഈ തുഞ്ചൻ പറമ്പിൽ ഇന്ന് വിദ്യാരംഭ ചടങ്ങുകളുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത്. ഈ സരസ്വതി മണ്ഡപത്തിൽ ഈ സാഹിത്യകാരന്മാരും കൃഷ്ണശില മണ്ഡപത്തിൽ പാരമ്പര്യ അധ്യക്ഷന്മാരുമാണ് ഉള്ളത് എന്നുള്ളതാണ്. ഈ MT വാസുദേവൻ നായർ ഇല്ലാത്ത ആദ്യ ഒരു വിദ്യാരംഭ ചടങ്ങാണ് എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇതിനുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. സമീപൻ കരീമാണ് ഇപ്പോൾ തിരൂർ തുഞ്ചൻ പറമ്പിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. അൻമരിയ സണ്ണിലേക്ക് കൂടി ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ നിന്നാണ് അൻമരിയ ചേരുന്നത്. അൻമരിയ, ഗുഡ് മോർണിംഗ്. അവിടുത്തെ ചടങ്ങുകൾ സംബന്ധിച്ച വിവരങ്ങൾ. ഗുഡ് മോർണിംഗ്. ഏകദേശം ഒരു 8 മണിക്ക് ശേഷമായിരിക്കും ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിലെ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നത്. ഈ പൂജ എടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ ഇതിനോടകം തന്നെ അവിടെ ആ ഒരു ഭാഗത്തായിട്ട് പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന സരസ്വതി മണ്ഡപത്തിനായിട്ട് പൂജയെടുപ്പുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. നിരവധിയായിട്ടുള്ള ആളുകളാണ് ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ എത്തി നിൽക്കിയിരിക്കുന്നത്. ഈ വിദ്യാരംഭവുമായി ബന്ധപ്പെട്ട സാധാരണ നിലയിൽ ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിൽ ഇന്നലെ വൈകുന്നേരം മുതൽ തന്നെ ഈ വലിയ തരത്തിലുള്ള ക്യൂ അനുഭവപ്പെടുന്ന തിരക്കനുഭവപ്പെടുന്നതിനെ പ്രത്യേകമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു സൗകര്യമുണ്ട്. ആ ഒരു സൗകര്യത്തോടു കൂടി തന്നെ അത് പോലീസ് ഒരുക്കിയിരിക്കുന്നതാണ്. ആ ഒരു സൗകര്യത്തിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഈ വിദ്യാരംഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ ആരംഭിക്കുന്നത്. അത് രാവിലെയോടുകൂടി തന്നെ നമ്മൾ ഏകദേശം ഒരു 5:30 ഇവിടെ എത്തുന്നതാണ്. അപ്പോൾ മുതൽ കാണുന്നതാണ് ഈ നീണ്ട ക്യൂ. അത് ഈ ക്ഷേത്രത്തിന് പുറത്തേക്കും ഈ ക്യൂ കാണാൻ നമുക്ക് സാധിക്കുന്നതാണ്. ആ രീതിയിൽ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്ന ഇടത്തോടുകൂടി കിഴക്കേ നടപ്പുരയ്ക്ക് സമീപമായി ഒരുക്കിയിരിക്കുന്ന പ്രത്യേക മണ്ഡപത്തിലായിരിക്കും വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. ഏകദേശം ഒരു 8 മണിയോട് കൂടിയായിരിക്കും വിദ്യാരംഭ ചടങ്ങുകൾ ആരംഭിക്കുന്നത്. നിരവധിയായിട്ടുള്ള കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഏകദേശം ഒരു 40ഓളം ഗുരുക്കന്മാരുടെ നേതൃത്വത്തിലായിരിക്കും വിദ്യാരംഭ ചടങ്ങുകളും ഈ ആദ്യാക്ഷരം കുറിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളും കുറിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിൽ പൂജയെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷമായിരിക്കും വിദ്യാരംഭവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങുകൾ നടക്കുന്നത്. അത് മാത്രമല്ല, ഈ കുരുന്നുകൾ ആദ്യാക്ഷരം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്ന കുരുന്നുകൾ മാത്രമല്ല, അവിടെ പ്രത്യേകമായിട്ട് ഒരുക്കിയിരിക്കുന്ന ഒരു മണൽത്തയുണ്ട്. അവിടെ നമുക്ക് ആദ്യ അക്ഷരങ്ങൾ എഴുതുന്നവരുണ്ട്. അത് പ്രായഭേദമന്യേ നിരവധിയായിട്ടുള്ള ആളുകൾ വന്ന് അവിടെ എഴുതുന്നവരുണ്ട്. അങ്ങനെ ചോറ്റാനിക്കര ദേവീ ക്ഷേത്രത്തിൽ ഇതിനോടകം തന്നെ വലിയ തരത്തിലുള്ള ജനത്തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ മുതൽ തന്നെ വലിയ പുറത്തു നിന്നൊക്കെ ആളുകൾ, തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇന്നലെയോടുകൂടി തന്നെ ഇവിടെ എത്തി ആ വിദ്യാരംഭം കുറിക്കുന്നതിന് വേണ്ടിയിട്ട് എത്തി നിൽക്കുന്ന ആളുകളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉന്മേഷ്, പറവൂരിലെ ഓഫീസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിദ്യാരംഭം കുറിക്കുന്നു. വിഷ്ണു സുരേഷാണ് ഇപ്പോൾ വിവരങ്ങളുമായി ചേരുന്നത്. വിഷ്ണു, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, അല്പസമയം മുമ്പാണ് പറവൂരിലെ വി ഡി സതീശൻ്റെ ഓഫീസിൽ എഴുത്തിനിരുത്ത് ചടങ്ങ് ആരംഭിച്ചത്. എല്ലാ വർഷവും സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഇവിടെ ഈ ചടങ്ങ് നടക്കാറുണ്ട്. അധികം കുട്ടികളൊന്നുമില്ല. 3-4 വരുന്ന കുട്ടികൾ മാത്രമാണുള്ളത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനാണ് എഴുത്തിന് ഇരുന്നത്. ഇനി 3-4 പേര് കൂടി ഇവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ഒരു അദ്ദേഹം തന്നെ പ്രതികരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട്.
കുട്ടികൾ വരാറുണ്ട്. അങ്ങനെ കുട്ടികളെ ചെയ്യുന്നത് ഒരു വലിയൊരു ഇതല്ലേ അവർക്ക്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ്റെ വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെയും വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. കുട്ടികളെ എഴുത്തിനിരുത്തുന്നുണ്ട്. അദ്ദേഹം അതിന് നേതൃത്വം നൽകുകയാണ്, സംസാരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ. അവിടെയും ഇത്തരത്തിൽ കുട്ടികൾ വരാറുണ്ട് എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. അധികം കുട്ടികളൊന്നുമില്ല, 4-5 കുട്ടികളേ ഉള്ളൂ. സന്തോഷകരമായ കാര്യമാണെന്ന് അദ്ദേഹം പറയുന്നു. സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നുണ്ട്. ക്ഷേത്രങ്ങളിൽ, സാംസ്കാരിക സ്ഥാപനങ്ങളിലുമൊക്കെ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ പറവൂരിലെ വസതിയിലാണ് വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്നത്. പ്രതിപക്ഷ നേതാവ് കുട്ടികളെ എഴുത്തിനിരുത്തുകയാണ്. ഡൽഹി മിന്റ് റോഡിലെ കാളി ക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷം പ്രസിദ്ധമാണ്. ആയിരങ്ങളാണ് ആഘോഷത്തിന്റെ ഭാഗമാകാൻ ഇവിടെ ഒഴുകിയെത്തുന്നത്. ആ കാഴ്ചകളിലേക്ക്. തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായ നവരാത്രി ഡൽഹി ജനങ്ങൾക്ക് ആഘോഷത്തിൻ്റെ രാവുകൾ. സൂര്യാസ്തമനത്തോടെ കാതിലേക്ക് ഒഴുകിയെത്തുന്ന കീർത്തനങ്ങൾ. ഡൽഹി മിന്റ് റോഡിലെ കാളി ക്ഷേത്രത്തിലേക്ക് നവരാത്രി ആഘോഷത്തിൻ്റെ ഭാഗമാകാൻ എത്തുന്നത് ആയിരങ്ങളാണ്. ഓരോ നവരാത്രി ആഘോഷവും ഡൽഹിക്കാർക്ക് ഏറെ പുതുമയുള്ളതാണ്. പരസ്പര ഐക്യവും ഈ ഒത്തുചേരലിൽ കാണാം. We are feeling very excited. आज हमने अष्टमी का दिन बनाया. We celebrated at the concluding point and we enjoyed like anything. We had some dances also. We enjoyed Garba. We went down temples also. കളിച്ചിരികൾ, കൊച്ചു വർത്തമാനങ്ങൾ, ആഘോഷം ഓർമ്മപ്പെടുത്താൻ ചിത്രങ്ങൾ പകർത്തുന്നവർ, കളിപ്പാട്ടങ്ങൾക്കായി വാശി പിടിക്കുന്ന കുരുന്നുകൾ, അങ്ങനെ ഒരുപാടുണ്ട് കാഴ്ചകൾ. पहले हम जब छोटे थे, बचपन में नवरात्रि का सेलिब्रेशन होता था, पर उसमें कंजक ही बड़ा पार्ट होता था. ഒരാളുടെയല്ല, ഒരുപാട് പേരുടെ പ്രയത്നമുണ്ട് ഈ ആഘോഷങ്ങൾക്ക് പിന്നിൽ. നവരാത്രിയുടെ കൗതുകം നിറഞ്ഞ ഭൂതകാല ഓർമ്മകൾ പങ്കുവയ്ക്കുന്നവരുമുണ്ട്. Our experience is from childhood. So for us, Durga Puja, the associations are of happiness, of family, of community, new clothes. Then when we were children, we didn't need to study for these 4 days. So that was a significant thing. മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഒത്തുചേരലിന്റെ വേദിയാക്കി കൂടി മാറ്റുകയാണ് നവരാത്രിയെ ഡൽഹിയിലെ ജനങ്ങൾ. സന്തോഷത്താൽ ആഘോഷമുഖരിതമാണ് ഈ 9 ദിനങ്ങൾ. ജിതീന്ദ്രനോടൊപ്പം ആർ അച്യുതൻ, 24 ഡൽഹി. ഇപ്പോൾ ഒരു വാർത്ത വരുന്ന തിരുവനന്തപുരം കാട്ടാക്കടയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ട വാഹനം കത്തി നശിച്ചു എന്നുള്ളതാണ്. പുലർച്ചെ 2:30യോടെയാണ് വാഹനം കത്തിയ നിലയിൽ കണ്ടെത്തിയത്. തീപിടുത്തത്തിൽ വീടിന്റെ ജനൽ ചില്ലകളും തകർന്നിട്ടുണ്ട്. തീപിടുത്തത്തിന്റെ കാരണം ഇതുവരെ വ്യക്തമായിട്ടില്ല. 3 മാസം മുൻപ് വാങ്ങിയ സ്കൂട്ടറാണ് ഇപ്പോൾ കത്തിയ നിലയിൽ കണ്ടെത്തിയതെന്ന് തിരുവനന്തപുരത്ത് നിന്ന് മേഘന അറിയിക്കുന്നുണ്ട്. തിന്മയുടെ മേൽ നന്മ നേടിയ വിജയത്തിന്റെ ഓർമ്മപ്പെടുത്തലായ ദസറ ആഘോഷം ഇന്ന് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിപുലമായ ആഘോഷ പരിപാടികൾ നടക്കും. ഹിന്ദു പുരാണമനുസരിച്ച് ദുർഗാദേവി അസുരനായ മഹിഷാസുരനെ പരാജയപ്പെടുത്തിയ ദിവസമായും രാവണന് മേൽ വിജയം നേടിയ ദിവസമായും ദസറ ആഘോഷിക്കുന്നുണ്ട്. ഡൽഹി രാംലീല മൈതാനത്ത് രാവണൻ, മേഘനാഥൻ, കുംഭകർണൻ എന്നിവരുടെ കോലങ്ങൾ കത്തിക്കും. അതിനു മുൻപായി രാമായണ നാടകം രാംലീല മൈതാനത്തെ വേദിയിൽ അവതരിപ്പിക്കും.
24-ലെ സ്റ്റഡി എബ്രോഡിന്റെ നേതൃത്വത്തിൽ വിദേശ പഠനത്തിന് വിദ്യാരംഭം ഇന്ന് കുറിക്കും. വിദേശ സർവകലാശാലകളിൽ ഉപരിപഠനത്തിന് തയ്യാറെടുക്കുന്ന സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് മുന്നിലാണ് പുതിയ ലോകം തുറക്കുന്നത്. രാവിലെ 11 മണിക്ക് എറണാകുളം സെന്റ് തെരേസാസ് കോളേജിൽ നടക്കുന്ന വിദ്യാരംഭ ചടങ്ങുകൾ 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്യും. 24 സ്റ്റഡി എബ്രോഡ് ചാൻസലർ ഡോക്ടർ ബാബു സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിക്കും. 1.5 മാസം നീളുന്ന പരിശീലനത്തിൽ മികച്ച അവസരങ്ങളും സമ്മാനങ്ങളുമാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത്. IELTS പാസ്സായവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും ഇന്ന് നടക്കും. വിവാദങ്ങൾക്കിടെ ചങ്ങനാശ്ശേരി NSS താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിലുള്ള വിജയദശമി നായർ മഹാസമ്മേളനം ഇന്ന് പെരുന്നയിൽ നടക്കും. 2 മണിക്ക് സമ്മേളനം NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ ഉദ്ഘാടനം ചെയ്യും. ശബരിമല വിഷയത്തിൽ സർക്കാർ അനുകൂല നിലപാട് സ്വീകരിച്ചതിൽ വിശദീകരണം ജി സുകുമാരൻ നായർ നൽകിയേക്കും. കഴിഞ്ഞ ദിവസം നടന്ന പ്രതിനിധി സഭയിൽ നിലപാടിന് പൂർണ്ണ പിന്തുണ ലഭിച്ചിരുന്നു. NSS പ്രസിഡന്റ് ഡോക്ടർ M ശശികുമാർ അധ്യക്ഷനാകും. പെരുന്ന NSS ഹിന്ദു കോളേജിലെ റൂസ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം. താലൂക്കിലെ 5 മേഖലകളിൽ നിന്നായി 5000-ഓളം സമുദായ അംഗങ്ങൾ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നടി റിനി ആൻ ജോർജിനെ പങ്കെടുപ്പിച്ച് CPIM-ന്റെ പെൺ പ്രതിരോധ സംഘം കൊച്ചി പറവൂർ ഏരിയ കമ്മിറ്റിയാണ് സൈബർ ആക്രമണങ്ങൾക്കെതിരെ പരിപാടി സംഘടിപ്പിച്ചത്. പ്രസ്ഥാനത്തിന്റെ ഭാഗമാകണമെന്ന് റിനിയോട് CPI നേതാവ് KJ ഷൈൻ അഭ്യർത്ഥിച്ചു. സ്ത്രീകൾക്കെതിരെയുള്ള അധിക്ഷേപങ്ങൾക്കും സൈബർ ആക്രമണങ്ങൾക്കും എതിരെ പെൺപ്രതിരോധം എന്ന പേരിലാണ് CPIM പറവൂർ ഏരിയ കമ്മിറ്റി പരിപാടി സംഘടിപ്പിച്ചത്. റിനി ആൻ ജോർജ് ആദ്യമായി CPIM വേദിയിൽ. റിനിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെയാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാർട്ടി നടപടിയുണ്ടായത്. സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കാൻ രാഷ്ട്രീയമില്ലെന്ന് റിനി 24-നോട്. ഇപ്പോൾ പോലും ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ കുറച്ച് ഭയത്തോടു കൂടിയാണ് നിൽക്കുന്നത്. കാരണം വീണ്ടും ഇത് വെച്ച് അവരിനി എന്തെല്ലാം കഥകൾ പ്രചരിപ്പിക്കുമെന്ന ഒരു മാനസികമായൊരു ഭയമുണ്ട്. എന്നാൽ പോലും ഞാൻ ഇന്നിവിടെ വരാൻ തയ്യാറായതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരക്ഷരമെങ്കിലും സംസാരിക്കേണ്ടത് അങ്ങനെ ഒരു ദൗത്യം എനിക്ക് കൂടി ഉണ്ട് എന്ന് ഞാൻ കരുതിയത് കൊണ്ടാണ് ഇവിടേക്ക് വന്നത്. നമ്മൾ ഇങ്ങനെ മറ്റൊരു പാർട്ടിയുമായി ചേർന്ന് നടത്തുന്ന ഒരു ഗൂഢാലോചനയാണെന്നുള്ള തലത്തിലേക്ക് വരും എന്നുള്ളൊരിതുണ്ട്. എനിക്ക് സംസാരിക്കാനുള്ള വേദികൾ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കണം എന്നുള്ളതാണ്. അതിന് പിന്നെ പാർട്ടി എന്നുള്ളതല്ല. അതുപോലെയാണ് ഈ വേദിയിൽ വന്നത്. അല്ലാതെ പ്രത്യേകിച്ചൊരു രാഷ്ട്രീയം എന്ന് ചിന്തിച്ചിട്ടല്ല ഈ വേദിയിൽ വന്നത്. സമീപകാലത്ത് സൈബർ ആക്രമണങ്ങൾക്ക് വിധേയയായ CPIM നേതാവ് KJ ഷൈൻ റിനിയെ പാർട്ടിയിലേക്ക് ക്ഷണിച്ചു. റിനിയെ കൂടി സ്വാഗതം ചെയ്യാണ്. റിനിയെ പോലുള്ള സ്ത്രീകൾ ഞങ്ങളോടൊപ്പം ചേരണം, ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേരണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് റിനിക്ക് സ്വതന്ത്രമായി തീരുമാനമെടുക്കാട്ടോ. എങ്കിലും തിരിച്ചറിവുണ്ടാകുന്ന സമയം ഞങ്ങൾ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരിപാടി മുൻ മന്ത്രി KK ശൈലജ ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിയിൽ നിന്ന് വിപിൻ C വിജയൻ 24. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. അഹമ്മദാബാദിൽ രാവിലെ 9:30 മുതലാണ് മത്സരം. ഏഷ്യ കപ്പ് കിരീടം എന്ന് കയ്യിൽ കിട്ടുമെന്നതിൽ സസ്പെൻസ് തുടരുന്നതിനിടെ ടീം ഇന്ത്യ പുതിയ ദൗത്യത്തിന്. തട്ടുപൊളിപ്പൻ 2020-ൽ നിന്ന് നേരെ ടെസ്റ്റ് ക്രിക്കറ്റിലേക്കൊരു ഗിയർ ഷിഫ്റ്റ്. തലമുറ മാറ്റത്തിന് ശേഷം ഇംഗ്ലണ്ടിലെത്തി പരമ്പര സമനിലയിലാക്കിയ ശുഭമാൻ ഗില്ലിനും സംഘത്തിനും വെസ്റ്റ് ഇൻഡീസ് വലിയ വെല്ലുവിളിയല്ല. പ്രത്യേകിച്ച് 1994-ന് ശേഷം ഇന്ത്യയിൽ ഒരു ടെസ്റ്റ് പോലും വിൻഡീസിന് ജയിക്കാനായിട്ടില്ലെന്നിരിക്കെ 2 മത്സരങ്ങളടങ്ങിയ പരമ്പര ഇന്ത്യ തൂത്തുവാരിയില്ലെങ്കിലാണ് അത്ഭുതം. ഗിൽ നയിക്കുന്ന ഇന്ത്യൻ ബാറ്റിംഗ് നിര യശസ്വി ജയ്സ്വാൾ, KL രാഹുൽ, സായ് സുദർശൻ, ധ്രുവ് ജൂറൽ എന്നിവരാൽ പവർ പാക്ഡാണ്. കരുൺ നായർക്ക് പകരം ടീമിലെത്തിയ ദേവദത്ത് പടിക്കലായിരിക്കും 5-ാം നമ്പറിൽ. 6-ാം ബൗളറെ മുന്നിൽ കണ്ട നിതീഷ് കുമാർ റെഡ്ഡിക്ക് അവസരം കൊടുക്കാനും സാധ്യതയുണ്ട്. രവീന്ദ്ര ജഡേജ, കുൽദീപ് യാദവ്, വാഷിംഗ്ടൺ സുന്ദർ സ്പിൻ ത്രയവും ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് പേസ് ജോഡിയുമായിരിക്കും ബൌളിംഗ് നിരയിൽ. റോസ്റ്റൻ ചേസ് നയിക്കുന്ന വിൻഡീസ് ടീമിന്റെ ബാറ്റിംഗ് പ്രതീക്ഷകൾ ഷായ് ഹോപ്പ്, ബ്രാൻഡൻ കിങ്, ടാക്നറൈൻ ചന്ദ്രപോൾ എന്നിവരിലാണ്. അൽസാരി ജോസഫും ഷമാർ ജോസഫും പരിക്കേറ്റ് പുറത്തായതോടെ ദുർബലമായ പേസ് നിരയുമായി കളിക്കേണ്ട ഗതികേടുമുണ്ട് വിൻഡീസിന്. സ്പോർട്സ് ഡെസ്ക് 24. സൂപ്പർ ലീഗ് 2-ാം സീസണ് ഇന്ന് തുടക്കം. ഉദ്ഘാടന മത്സരത്തിൽ കാലിക്കറ്റ് FC ഫോഴ്സ് കൊച്ചിയെ നേരിടും. കോഴിക്കോട് EMS കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ രാത്രി 8 മണിക്കാണ് മത്സരം. പന്തുവാറണ പൂരത്തിന് സാമൂതിരിനാട്ടിൽ കൊടിയേറ്റം. 6 ടീമുകൾ, 6 വേദികൾ, 186 താരങ്ങൾ. ഇനിയുള്ള 74 ദിനങ്ങൾ കേരളത്തിന്റെ സ്വന്തം ഫുട്ബോൾ ലീഗിന്റെ ഗോളടി നാളുകൾ. കെട്ടിലും മട്ടിലും കൂടുതൽ പുതുമകളുമായാണ് 2-ാം പതിപ്പെത്തുന്നത്. എല്ലാ ടീമുകൾക്കും ഹോം ഗ്രൗണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത.
ഫിഫ അംഗീകാരമുള്ള സഹോ എന്ന പന്തും ഇത്തവണ ഗ്രൗണ്ടിലുണ്ടാകും. സഹോ എന്ന ആനക്കപ്പിനൊപ്പം ജേതാക്കൾക്ക് ഇത്തവണ സമ്മാനമായി ലഭിക്കുക 1 കോടി രൂപ. ആറ് ടീമുകളിലായി 186 താരങ്ങളാണ് ഇത്തവണ ലീഗിൽ പങ്കെടുക്കുന്നത്. അതിൽ 36 പേർ വിദേശികൾ. ISLൽ പയറ്റിത്തെളിഞ്ഞ റോയ് കൃഷ്ണനും കെ പ്രശാന്തും അനികേ ജാദവും ഇത്തവണ ലീഗിന്റെ ഭാഗമാകും. തന്ത്രങ്ങളോതാൻ കിടിലൻ പരിശീലകരുമൊപ്പം. ഉദ്ഘാടന മത്സരത്തിൽ കഴിഞ്ഞ തവണത്തെ ഫൈനലിസ്റ്റുകളാണ് മുഖാമുഖം ഏറ്റുമുട്ടുന്നത്. ചാമ്പ്യന്മാരായ കാലിക്കറ്റ് FC ഫോഴ്സ കൊച്ചിയെ നേരിടും. കുതിപ്പ് തുടരാൻ ഫോഴ്സ കൊച്ചിയും കണക്ക് തീർക്കാൻ കാലിക്കറ്റ് FCയും പടക്കിറങ്ങുമ്പോൾ കാണാം കിടിലൻ കളി. സൂപ്പർ ലീഗിന്റെ ആവേശക്കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ 6 വേദികളിൽ നിന്നും 24ഉം സജ്ജമായി കഴിഞ്ഞു. കോഴിക്കോട് നിന്നും വിഷ്ണു കച്ചേരിക്കൊപ്പം YS അഭിനൻ, 24. സൂപ്പർ ലീഗ് ആവേശത്തിൽ കേരളമെത്താൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ അത്യധികം പ്രതീക്ഷയിലാണ് നിലവിലെ ചാമ്പ്യന്മാരായ കാലിക്കറ്റ് FC. രാപ്പകലില്ലാതെ നടത്തിയ മികച്ച പരിശീലനം മികച്ച വിജയം നേടാൻ ടീമിനെ സഹായിക്കുമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുൻ താരവും ടീം അംഗവുമായ കെ പ്രശാന്ത് 24നോട് പറഞ്ഞു. ഉദ്ഘാടന മത്സരത്തിൽ പങ്കെടുക്കുന്ന കാലിക്കറ്റ് എഫ്സിയുടെ വിശേഷങ്ങളുമായി കോഴിക്കോട് നിന്ന് YS അമനൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കേരളത്തിന്റെ കാൽപന്തടിയുടെ താളത്തിലേക്ക് കോഴിക്കോട് നഗരം കടക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ ചാമ്പ്യന്മാരായിട്ടുള്ള കാലിക്കറ്റ് FCയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇത്തവണ അവരുടെ എതിരാളികൾ ഫോഴ്സ കൊച്ചിയാണ്. ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങളുമായാണ് സൂപ്പർ ലീഗ് കേരള 2ാം പതിപ്പ് എത്തുന്നത്. ഇപ്പോൾ ഈ സാഹചര്യത്തിൽ മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള പ്രശാന്ത് അടക്കമുള്ള ആളുകൾ നമ്മോടൊപ്പം ഉണ്ട്. എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇത്തവണ? തീർച്ചയായിട്ടും നല്ല പ്രതീക്ഷയുണ്ട്. എല്ലാവരും നല്ലപോലെ ട്രെയിനിങ് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പം തീർച്ചയായിട്ടും ഫസ്റ്റ് മാച്ച് നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിക്കുന്നു. കമ്പയർ ചെയ്യുന്നത് നമ്മുടെ ISLനെ പോലെ അത്രമാത്രം ഒരു പ്രശസ്തിയിലേക്ക് സൂപ്പർ ലീഗ് കേരള മാറിയിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചോളം കാൽപന്തടി പ്രധാനപ്പെട്ട ഒരു സാധനമാണ്. അപ്പോൾ എന്താണ് ആ ഒരു കാര്യത്തിൽ ഫീൽ ചെയ്യുന്നത്? തീർച്ചയായിട്ടും ആ ലെവലിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഈവൻ ഇപ്പം ഈ വർഷം ISL നടക്കുമെന്ന് തന്നെ അറിഞ്ഞൂടാ. അതുകൊണ്ടാണ് കുറേ പ്ലേയേഴ്സ് തിരിച്ചിവിടേക്ക് എത്തിയത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൂപ്പർ ലീഗ് കേരള എന്തുകൊണ്ടും വരുന്ന പ്ലേയേഴ്സിനും ഈവൻ യങ് പ്ലേയേഴ്സ് ആയിക്കോട്ടെ, എസ്പെഷ്യലി മലയാളീസിന് ആയിക്കോട്ടെ, ഈവൻ പുറത്തുനിന്ന് വരുന്ന എക്സ്പീരിയൻസ് പ്ലേയേഴ്സ് ആയിരിക്കും എല്ലാവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. കഴിഞ്ഞ തവണ ചാമ്പ്യന്മാരാണ്. ഇത്തവണ ഫോഴ്സ കൊച്ചി അതിൻ്റെ വലിയ ആർജവത്തോടുകൂടിയിട്ടാണ് നിങ്ങളെ എതിരിടാനായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ അവരെ നേരിടാൻ വേണ്ടിയിട്ടുള്ള പൊടിക്കൈകൾ നിങ്ങളും സജ്ജമാണ്. ഓപ്പണൻ്റ് എങ്ങനെ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. എല്ലാ ടീമും ഓൾമോസ്റ്റ് ഭയങ്കര ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട് ഇപ്രാവശ്യം. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ വർക്ക്, ഞങ്ങളെ ട്രെയിനിങ് കാര്യങ്ങൾ ഞങ്ങൾ 100% കൊടുത്ത് ചെയ്യുക. ആൻഡ് മാച്ചിൽ അത് തീർച്ചയായിട്ടും ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നാണ്. പുതിയ കോച്ചിൻ്റെ അണ്ടറിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഇപ്പം തന്നെ നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പം എങ്ങനെയായിരുന്നു ഇത്തവണത്തെ പരിശീലനം കാര്യങ്ങൾ? പ്രീ സീസൺ പ്രിപ്പറേഷൻ ഭയങ്കര കുറവായിരുന്നു. ലൈക്ക് ഒരു മാസം ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഒരു മാസത്തിൽ എല്ലാ പ്ലേയേഴ്സും ഫിറ്റ് ആവുക, ടീമിൻ്റെ ഒരു യൂണിറ്റി കാര്യങ്ങൾ കൊണ്ടുവരിക. പക്ഷേ ഞങ്ങൾ കോച്ച് ആൾ സ്ട്രിക്റ്റാണ്, നേരത്തെ പറഞ്ഞ പോലെ സ്ട്രിക്റ്റ് തന്നെയാണ്. പക്ഷേ മാക്സിമം 2 നേരം ട്രെയിനിങ് ആയിട്ട് ഇപ്പോൾ ഈ ഒരു വീക്ക് മാത്രമേ ഉള്ളൂ, 2 ദിവസം 1 നേരം ആയിട്ടുള്ളൂ. തവണ അടിച്ച് തകർക്കും ഉറപ്പായിട്ടും. അപ്പോൾ അതിനാണ് കാലിക്കറ്റ് FC പറയുന്നത്. ഇത്തവണ എന്ത് തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായാലും അത് അങ്ങേയറ്റം അവരുടെ പരിശീലനത്തിലൂടെ അവർക്ക് അത് മുന്നേറുവാൻ സാധിക്കുന്നുണ്ട്. ഇത്തവണ കാലിക്കറ്റ് FC അത് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയുള്ള വിജയം ഇത്തവണയും നിലനിർത്തുമെന്നാണ് കാലിക്കറ്റ് FCയുടെ അംഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്. പരിശീലനം ഇപ്പോഴും തുടരുകയാണ്. കോഴിക്കോട് നിന്നും വിഷ്ണു കച്ചേരിക്കൊപ്പം YS അഭിനൻ, 24. ബഹ്റൈൻ ഇന്ത്യൻ മീഡിയ അവാർഡ് 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടത്തിന് ബഹ്റൈൻ മലയാളി കൂട്ടായ്മയും ഹാപ്പി ഹാൻഡ്സും ചേർന്ന് ജനപ്രിയ റിപ്പോർട്ടർക്ക് ഒരുക്കിയ പുരസ്കാരത്തിനാണ് ദീപക് ധർമ്മടം അർഹനായത്. 1,00,001 രൂപയാണ് അവാർഡ് തുക. ഈ മാസം 17-ന് ബഹ്റൈൻ ഇന്ത്യൻ ക്ലബിൽ പുരസ്കാരം വിതരണം ചെയ്യും. ഇനി വാർത്താലോകം. അമേരിക്കയിലെ ഭാഗിക അടച്ചുപൂട്ടൽ 2ാം ദിനം. സർക്കാർ ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ നാളെ ആരംഭിക്കുമെന്ന് വൈറ്റ് ഹൌസ്. ഡെമോക്രാറ്റ് സംസ്ഥാനങ്ങളുടെ പദ്ധതികൾ ട്രംപ് ഭരണകൂടം മരവിപ്പിച്ചു. സാധാരണ ജനങ്ങളുടെ പദ്ധതികൾ വെച്ച് വിലപേശരുതെന്ന് ട്രംപിനോട് ന്യൂയോർക്കിലെ മുതിർന്ന ഡെമോക്രാറ്റ് നേതാക്കൾ ആവശ്യപ്പെട്ടു. The reason your government is shut down at this very minute is because the Chuck Schumer AOC wing of the Democratic Party shut down the government because they said to us, we will open the government, but only if you give billions of dollars of funding for health care for illegal aliens. വിവരങ്ങളുമായി അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്.
മധു, ഗുഡ് ഈവനിങ്. ഇപ്പോൾ 1981 ശേഷം നടക്കുന്ന 15ാമത് ഷട്ട് ഡൗൺ ആണ് 2ാം ദിവസത്തിലേക്ക് കടക്കുന്നത്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമങ്ങളുണ്ടോ? സാധാരണക്കാരും സർക്കാർ ജീവനക്കാരും ഒക്കെ വലയുകയാണല്ലോ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. ഉന്മേഷ് കൃഷ്ണ പറഞ്ഞതുപോലെ 81 ശേഷം നടക്കുന്ന 15ാമത്തെ US ഷട്ട് ഡൗൺ ആണ്. അതിന്റെ ആദ്യ ദിനം അവസാനിക്കുവാൻ അല്പം മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. ഏതാണ്ട് 7.5 ലക്ഷം ഫെഡറൽ ജീവനക്കാരോട് തൊഴിലെടുക്കാൻ വരണ്ടെന്ന് പറഞ്ഞപ്പോൾ ബോർഡർ പെട്രോൾ, അതുപോലെ അർദ്ധ സൈനികർ, ഇങ്ങനെയുള്ള അവശ്യ ജീവനക്കാർ ശമ്പളമില്ലാതെ തൊഴിലെടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വൈറ്റ് ഹൗസിൽ ഇന്ന് പ്രസ് ബ്രീഫിംഗിനെത്തിയത് വൈസ് പ്രസിഡന്റ് JD വാൻസ് ആയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഷട്ട് ഡൗൺ കുറച്ച് ദിവസത്തിൽ കൂടുതൽ നീണ്ടു നിന്നാൽ അത് കൂടുതൽ പിരിച്ചുവിടലിലേക്ക് നീങ്ങേണ്ടി വരുമെന്നുള്ള ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഡിസംബർ മാസത്തോടെ ഏതാണ്ട് 3 ലക്ഷം പേരെ പുറത്താക്കുവാനുള്ള ഒരു തീരുമാനമുണ്ട്. അതിന്റെ പുറമെയാണിത്. മുമ്പുള്ള അടച്ചുപൂട്ടലുകൾ ഇങ്ങനെ സ്ഥിരമായ പിരിച്ചുവിടലുകൾക്കൊന്നും കാരണമായിട്ടില്ല. അതേസമയം ആരോഗ്യ മേഖലയിലെ ഒബാമ കെയർ ഉൾപ്പെടെയുള്ള സബ്സിഡികൾ നിലനിർത്തുന്ന കാര്യത്തിൽ ഡെമോക്രാറ്റ്സ് കടുംപിടുത്തം തുടരുമ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാക്കളാകട്ടെ അവർ ഒട്ടും അയയുന്നില്ല. വേണമെങ്കിൽ കാലാവധി നീട്ടി നൽകാമെന്നാണ് JD വാൻസ് പറയുന്നത്. ഗവൺമെന്റ് ഷട്ട് ഡൗൺ ആകുമ്പോൾ വിലപേശലിന് ഇല്ലെന്നും വാൻസ് പറയുന്നു. ഷട്ട് ഡൗൺ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇത് സംബന്ധിച്ച് ചർച്ചയാകാമെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പല ഡെമോക്രാറ്റ് ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കും വൻ പദ്ധതികളുണ്ട്. അതെല്ലാം ഫ്രീസ് ചെയ്യുന്ന നടപടികളിലേക്ക് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഇന്ന് കടന്നു കഴിഞ്ഞിരിക്കുകയാണ്. പ്രത്യേകിച്ച് ന്യൂയോർക്കിലെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ട്രാൻസിറ്റ് അതോറിറ്റിയുടെ $18 ബില്യൺ പദ്ധതികൾ, സെക്കൻഡ് അവന്യൂ സബ്വേയും അതുപോലെ ഹഡ്സൺ റിവർ ടണലുകൾ, ഈ പ്രോജക്റ്റുകൾക്കെല്ലാം ഈ തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. മിക്ക സെനറ്റർമാരും ഇപ്പോൾ വാഷിംഗ്ടണിൽ നിന്ന് അവരുടെ സ്വദേശത്തേക്ക് പോയി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഒരു കണക്കൂട്ടൽ അനുസരിച്ച് കുറഞ്ഞത് ഈ വെള്ളിയാഴ്ചയെങ്കിലും എടുക്കും ഈ നിലവിലെ പ്രതിസന്ധി പരിഹരിക്കുവാൻ. ക്രിസ്റ്റീന, ഉന്മേഷ്. മധു കൊട്ടാരക്കരയാണ് ഇപ്പോൾ അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇനി ദുബൈയിലേക്ക് വിമാനത്തിൽ പോകുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. വിമാനത്തിനുള്ളിൽ പവർ ബാങ്കുകളുടെ ഉപയോഗത്തിന് എമിറേറ്റ്സ് എയർലൈൻസ് ഏർപ്പെടുത്തിയ നിരോധനം നിലവിൽ വന്നിരിക്കുകയാണ്. പവർ ബാങ്കുകളുടെ അപകട സാധ്യത കുറയ്ക്കാനാണ് തീരുമാനം. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. വിമാനത്തിലെ യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ ഒരു നിയന്ത്രണം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത്. പുതിയ തീരുമാനപ്രകാരം ചെക്ക് ഇൻ ബാഗേജിൽ പവർ ബാങ്ക് ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നും അതോടൊപ്പം തന്നെ ഈ ഒരു വിമാന യാത്രയ്ക്കിടെ പവർ ബാങ്കുകൾ ഉപയോഗിക്കുന്നത് അനുവദിക്കില്ല എന്നുമാണ് എമിറേറ്റ്സ് അധികൃതർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. സമഗ്രമായിട്ടുള്ള ഒരു സുരക്ഷാ അവലോകനത്തിന് ശേഷമാണ് എമിറേറ്റ്സ് പവർ ബാങ്കുകളുടെ കാര്യത്തിൽ ഇത്തരം ഒരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഒരു യാത്രക്കാരന് 100 വാട്ടിൽ താഴെയുള്ള ഒരു പവർ ബാങ്ക് കൈവശം വയ്ക്കാൻ അനുവാദം ഉണ്ടാകുമെങ്കിലും ഈ പവർ ബാങ്കിൽ നിന്ന് ഉപകരണങ്ങൾ ചാർജ് ചെയ്യുകയോ അല്ലെങ്കിൽ വിമാനത്തിൽ നിന്ന് ഈ പവർ ബാങ്കിലേക്ക് ചാർജ് ചെയ്യാനോ സാധിക്കില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ സീറ്റ് പോക്കറ്റിലോ അല്ലെങ്കിൽ മുന്നിലുള്ള സീറ്റിനടിയിലെ ബാഗിലോ മാത്രമായിരിക്കണം ഈ ഒരു പവർ ബാങ്കുകൾ സൂക്ഷിക്കേണ്ടതെന്നും വിമാനത്തിലെ ഓവർഹെഡ് സ്റ്റോറേജ് ബിന്നിൽ ഇത് വെക്കാൻ പാടില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. വിമാനത്തിനുള്ളിൽ നമുക്കറിയാം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ചാർജ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാകും. എങ്കിലും ഈ യാത്രയ്ക്ക് മുൻപ് തന്നെ തങ്ങളുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങളെല്ലാം പൂർണ്ണമായും ചാർജ് ചെയ്തുവെന്ന് ഉറപ്പുവരുത്തണം ഓരോ യാത്രക്കാരനും എന്നുള്ളതാണ് എമിറേറ്റ്സ് അധികൃതർ ഈ യാത്രക്കാരോട് പ്രത്യേകമായി തന്നെ അഭ്യർത്ഥിക്കുന്ന കാര്യം. ഇത്തരത്തിൽ യാത്രക്കിടെ സുരക്ഷിതമല്ലാത്ത രീതിയിൽ പവർ ബാങ്കുകൾ ഉപയോഗിക്കുന്നത് വലിയ തോതിലുള്ള ഒരു അപകടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുകയാണ്. മറ്റ് ചില എയർലൈനുകളൊക്കെ നേരത്തെ തന്നെ ഈ ഒരു തീരുമാനം നിലവിലുണ്ട് എന്ന കാര്യം നമുക്കറിയാം. എന്തായാലും യാത്രക്കായി പുറപ്പെടുന്നവർ ഈ എമിറേറ്റ്സിന്റെ ഈ ഒരു പുതിയ തീരുമാനം കൂടി ശ്രദ്ധിക്കുക. തിരുവനന്തപുരം കാട്ടാക്കടയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ട സ്കൂട്ടർ കത്തിനശിച്ചു. തീപിടുത്തത്തിൽ വീടിന്റെ ജനൽ ചില്ലുകളും തകർന്നു. വിവരങ്ങളുമായി ഇപ്പോൾ മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് ചേരുന്നത്. മേഘന, ഇതെങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ മേഘന? കാട്ടാക്കടയിലാണ് ഇന്ന് പുലർച്ചെയോടെ വീടിന് മുന്നിൽ നിർത്തിയിട്ട വാഹനം കത്തി നശിച്ചത്. പുലർച്ചെയോടെ വീട്ടുകാർ എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് ഈ വാഹനം പൂർണ്ണമായും കത്തിയ നിലയിൽ കണ്ടെത്തിയിട്ടുള്ളത്. എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണമെന്നുള്ളത് ഇതുവരെ വ്യക്തമായിട്ടില്ല. 3 മാസങ്ങൾക്ക് മുമ്പ് ആമച്ചലിലെ ഒരു ഷോറൂമിൽ നിന്നാണ് ഈ സ്കൂട്ടർ വാങ്ങിയത്. അത് പുതിയ വാഹനമാണ് എന്നുള്ളതാണ് ഉടമകൾ പറയുന്നത്. പക്ഷേ എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകാനുള്ളത്. ഈ തീപിടുത്തത്തിൽ അത് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ
സ്കൂട്ടർ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ തീ പടർന്ന് പുറത്തുള്ള വീടിന്റെ ജനൽച്ചിലകളടക്കം തകരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ സമീപത്തെ CCTV അടക്കം പരിശോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വീട്ടുകാർ. അതുപോലെ തന്നെ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ ഈ സ്കൂട്ടറിന്റെ ഒരു പ്രശ്നമാണോ ഈ തീപിടിക്കാനുള്ള കാരണം എന്നുള്ളതാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. എന്തായാലും മറ്റ് ആളപായമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ വീടിന് കേടുപാട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സ്കൂട്ടറും പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. മേഘന മുരളിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ഇപ്പോഴൊരു വാർത്ത വരുന്നുണ്ട്. തൃശൂർ ചാവക്കാട് പോലീസുകാർക്ക് കുത്തേറ്റു എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ചാവക്കാട് SI അരുൺ സോമൻ, CPO അരുൺ എന്നിവർക്കാണ് കുത്തേറ്റത്. ഇരുമ്പ് വടി കൊണ്ട് മർദ്ദനമേൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ഒരു തർക്കം പരിഹരിക്കാൻ എത്തിയതായിരുന്നു ഈ പോലീസ് സംഘം. അതിനിടയിലാണ് പോലീസിന് നേരെ ആക്രമണം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ചാവക്കാട് സ്വദേശി നിസാറും സഹോദരനും തമ്മിലാണ് വാക്കുതർക്കം ഉണ്ടായത്. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് പോലീസ് അവിടെ എത്തിയത്. അപ്പോഴായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായത് എന്നാണ് ഇപ്പോൾ അമൽ അറിയിക്കുന്നത്. മോർണിംഗ് ന്യൂസിന്റെ സമയം പൂർണ്ണമാവുകയാണ്.